Praise the Lord. What a beautiful song. Amen. Hallelujah. സ്തോത്രം. Stotram. എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. I greet you all in the name of our Jesus Christ. പ്രത്യേകിച്ച് നമ്മുടെ അനീഷിൻ്റെ പപ്പയും മമ്മിയും കഴിഞ്ഞ മൺഡേ സേഫായിട്ട് വന്നു. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. They are part of our church. കർത്താവ് അവരെ സഹായിക്കട്ടെ. സ്തോത്രം. Especially I thank God because Anish's parents came here safely last week, and I thank and praise God. സാമും ജിത്തിയും കുഞ്ഞും കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രൈസ് ദി ലോർഡ് വെൽക്കം ബാക്ക് അഗെയിൻ. കർത്താവ് ആ കുടുംബത്തെ സഹായിച്ച് നമ്മൾ വളരെ പ്രാർത്ഥിച്ചു. അവരുടെ കാര്യങ്ങളിലൊക്കെ ദൈവകൃപയുണ്ടായിരുന്നു. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. And also our dear Jitya and Sam, they also came here safely. We all prayed for their visas and everything went smoothly. എനിക്കൊരു 2 days മുമ്പ് ബേസിൽ എന്ന് പറഞ്ഞൊരു ബ്രദർ എന്നെ കോണ്ടാക്ട് ചെയ്തു. 2 days before, one brother named Basil contacted me. അങ്ങനെയാണ് ആശിഷും വൈഫും കുഞ്ഞും ഇന്ന് നമുക്ക് ചർച്ച വരാനായിട്ട് സഹായിച്ചത്. ആ കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം. And that's the reason brother Ashish and a wife came to church today, and we greet you. I will give you the time to share your testimony after the sermon. Okay. Praise the Lord. അവർ ബാംഗ്ലൂരിലാണ്. നമ്മുടെ സാമിൻ്റെയും ലിസയുടെയും ചർച്ചിലെ മെമ്പേഴ്സാണ്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം. Ashish is a church member of brother Sam and Lisa in Bangalore. ഇന്നലെ ഈവനിങ് എനിക്കും ഷായിച്ചാനും അവരെ പോയി കാണാനായിട്ട് സഹായിച്ചു. റേനാണ് രാവിലെ അവരെ കൊണ്ടുവന്നത്. ആ കുടുംബത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. വെൽക്കം ടു ദിസ് ചർച്ച്. Last evening, both I and Shaji Atchison went and met them, and brother Ryan brought them here today, and we welcome you happily to our congregation. പിന്നെ വെക്കേഷന് ശേഷം വന്നത് ഞാനും ബ്ലസ്സിയും പിള്ളേരുമാണ്. വേറെ ആരും ഇല്ലല്ലോ അല്ലേ? And after the vacation, myself and Blessy and children came. Amen. എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം. For everything, I thank and praise God. വളരെ ഗൗരവമേറിയ ഒരു പാസേജ് നമുക്ക് ചിന്തയ്ക്കായിട്ട് വേർതിരിക്കുക. എഫീഷ്യൻസ് ചാപ്റ്റർ 1. Let us turn our attention to എഫേസ്യ ലേഖനം 1-ാം അധ്യായം. ഫസ്റ്റ് 10 വേഴ്സസ് ആണ്. സമയം കിട്ടാമെങ്കിൽ ഫസ്റ്റ് 14 വേഴ്സസ് ഞാൻ എക്സ്പോസിറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. First 10 verses, and if time allows, I am going to give an exposition from verses 1 through 14. ഞാനതിൻ്റെ വേഴ്സ് നമ്പർ 3 മുതലൊന്ന് വായിക്കാം. ശ്രദ്ധയോടെ കേൾക്കണം. വേഴ്സ് നമ്പർ 3 ഞാൻ നിങ്ങളോട് വായിക്കുന്നതിന് കാര്യം പറയാം. എൻ്റെ ബൈബിളിൽ ഇത്രയും റിച്ചസ് ആയിട്ടുള്ള മറ്റൊരു പാസേജ് ഇല്ല. Throughout the Bible, we cannot find anything like this. Such kind of richness includes these verses which have. Verse number 3 to 14 is a single verse in the original language. In the original language, verses from 3 through 14 is a single prayer. ആരെങ്കിലും ചോദിച്ചാൽ ബൈബിളിലെ ഏറ്റവും ലോങ്സ്റ്റ് വാക്യം ഏതെന്ന് ചോദിച്ചാൽ എഫീഷ്യൻസ് 1 verse 3 ആണ് കേട്ടോ. The longest verse in the Bible is Ephesians chapter 1 verse 3. നമ്മുടെ ബൈബിൾ ക്വിസിനൊക്കെ വേറൊരു ഉത്തരവാണ് നമ്മൾ പറയാറുള്ളത്. ബട്ട് ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. This is actually the correct answer from verses 3 through 14. നിങ്ങൾ ഈ വാക്യം 3 മുതൽ ഇടയ്ക്ക് 14 വരെ വായിക്കാതെ എവിടെ ബ്രേക്ക് ചെയ്താലും യു cannot understand the real meaning of that verse. If you break, once you start reading from verse 3, you cannot understand fully or wholly until you reach verse 14. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു പാസേജും എൻ്റെ ബൈബിളിനകത്തില്ല. Such powerful richness these verses contain. ഒരു 100 times എങ്കിലും വായിച്ചാലേ ഇത് അല്പമെങ്കിലും ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ബോധ്യം. I believe that at least 100 times if you go through these verses, then only we can understand a portion of it. തിയോളജിക്കലി ഭയങ്കര സൗണ്ടായ പദങ്ങൾ, ഫോർ നോളജ്, പ്രീഡെസ്റ്റിനേഷൻ, ഇലക്ഷൻ, അഡോപ്ഷൻ, റിഡംഷൻ, the purpose of his will, the counsel of God. നമുക്ക് സാധാരണ ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ ഡീപ്പാണ് ഈ പാസേജ്. This passage is really, really deep, and theologically it is really rich, the blessings of redemption. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇത്രയൊന്നും ഈ ഒരു ചെറിയ സെർമണി പറയാൻ കഴിയത്തില്ല. And I am unable to complete all those rich facts through this just a few minutes. എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. വളരെ സീരിയസ് ആണ്. ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ, ഞാൻ 1 മാസം വെക്കേഷനിലായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ദിസ് ഈസ് ഇൻസ്പയർഡ് വേർഡ്. വളരെ സീരിയസ് ആയിരിക്കണം. Please listen carefully, and it is a serious topic. ഏറ്റവും അധികം
നാം ഗ്രഹിക്കേണ്ട വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് എല്ലാം. All these verses have very deep meaning. നിങ്ങളതിൻ്റെ 11-ാമത്തെ വാക്യം നോക്കി, അവിടെ പറഞ്ഞേക്കുന്ന ചില പദങ്ങൾ നിങ്ങൾ കണ്ടോ? പ്രീഡെസ്റ്റൈൻഡ്, ഹിസ് പർപ്പസ്, ഹിസ് കൗൺസിൽ, ഹിസ് വിൽ. ഇതെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പത്തെ കാര്യമാണ്. Even before the world, foundations of the world, we can see certain phrases in verse 11. Predestination, his works and his will. ഒരു പാസ്റ്റർ പറഞ്ഞത് എൻ്റെ ബൈബിളിലെ ഏറ്റവും റിച്ച് വേഴ്സ് എഫീഷ്യൻസ് 1:11 ആണെന്നാണ്. One pastor mentioned that the richest verse of the Bible is Ephesians chapter 1 verse 11. അതിനകത്ത് 4 പദങ്ങൾ എടുത്താൽ ഓൾ ബൈബിൾ മുഴുവൻ പോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. If we take that main 4 phrases, we can understand the whole Bible or go throughout the Bible. ഇത് മുഴുവൻ നമ്മുടെ രക്ഷയെ ബന്ധിക്കുന്ന കാര്യങ്ങളാണ് മുഴുവൻ. All these are very much related to our salvation. ഞാൻ ആ വാക്യങ്ങളെല്ലാം ഇപ്പോൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാം. I'm not going through each verses, but I am going to deliver the important matters. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇത്ര ഇടയേ ഉള്ളൂ. സിയാറ്റിൽ ഒരിടത്ത് എല്ലായിടത്തും ഇത്ര ഇടയേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആ ഒരൊറ്റ റൂമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ അതിലേലും ഓടുമ്പം പേരൻസ് മറ്റുള്ളവർ ഡിസ്ട്രാക്റ്റ് ആകാതെ കഴിയുന്നിടത്തോളം ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. I invite all of your undivided attention. Kids may go around, but please bear with them because we all know how difficult it is to handle a young infant. കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബൻസ് കൂടുതലാണെങ്കിൽ പേരൻസ് ബാക്കിലെ റൂമിലോട്ട് പോയാൽ സന്തോഷമാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. If children are having any kind of real problems, please go to that back room and take care of them. ഓക്കെ, ഞാൻ അങ്ങനെ പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞല്ല, നിങ്ങൾക്ക് എന്നെ അണ്ടർസ്റ്റുഡ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. I believe that what I am sharing you can understand me. ഈ ലേഖനത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. I am going to give an introduction of this epistle. പോളാണ് ഈ എപ്പിസോഡ് എഴുതിയത്. The writer or the author of this letter is Paul. ഇതിൻ്റെ ഒറിജിനൽ ആദ്യത്തെ മാനുസ്ക്രിപ്റ്റിനകത്ത് എഫെസോസുകാർക്കുള്ളത് എന്ന പ്രയോഗം ഇല്ലായിരുന്നു. In the original manuscript, there was not mentioned that to the saints who are at Ephesus. ഈ ലേഖനം അന്ന് എഴുതിയത് ഇന്നത്തെ മോഡേൺ ടർക്കിയിലുള്ള സഭകൾക്കാണ്. That this letter was written to the saints in the Turkey, the people who belong to the area of Turkey. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ റിച്ച് ആയിട്ട് ആദ്യത്തെ 3 അധ്യായം നമ്മുടെ രക്ഷയുടെ ഡോക്ട്രിനും 4, 5, 6 അധ്യായം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാന തീം. The theme of this epistle is first 3 chapters is the doctrine of salvation, and then 4, 5 and 6 are how to live a holy life. വാച്ച്മാനി എന്ന് പറയുന്ന ഒരു ഓഥറെ നിങ്ങൾ കേട്ടിട്ടാണ്. You might be heard about an author named Watchman Nee. വാച്ച്മാനി എഫീസ ലേഖനത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എഴുതിയിട്ടുണ്ട്. He wrote a beautiful interpretation about ആ Ephesians. എഫീസ ലേഖനത്തിന്റെ ഇന്റർപ്രിട്ടേഷന് 3 ടൈറ്റിലാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. He gave 3 titles to that interpretation. ഒന്ന് സിറ്റ്, First title is sit. 2 walk, Second the thing is walk. Stand. And walk. സ്റ്റാൻഡ്, തേർഡ് walk. Sit, stand and walk. 2:7 അദ്ദേഹം സിറ്റ് എന്നതിന് കൊടുത്തേക്കുന്നത്. 2 verse 7 he mentioned for sit. ചാപ്റ്റർ 4 verse 1 and 2 ആണ് walk എന്നതിന് കൊടുത്തേക്കുന്നത്. Chapter 4 verses 1 and 2 he gives for walk. അവസാനം 6:13 ആണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും കഴിഞ്ഞിട്ട് നാം ഉറച്ചു നിൽക്കേണ്ടതിന് ആ പദത്തിൽ നിന്നാണ് അദ്ദേഹം സിറ്റ്, walk and stand എന്ന ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നത്. And chapter 6 verse 11 he said that stand firm against the scheme of ആ the devil. ബുക്കിനകത്ത് അത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ പല ക്രൈസിസിലും നിൽക്കാൻ കഴിയാത്തത് കർത്താവിൻ്റെ കൂടെ ഇരിക്കാത്ത കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. He mentioned in that book he said that we are unable to walk with the Lord during difficult time because we are not sitting with the Lord. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആക്ട്സ് 20 പോൾ എഫെസോസിൽ വേല തുടങ്ങുന്നത്. We are all familiar that in the book of Acts chapter 20 Paul began a ministry in the land of Ephesus. നിങ്ങൾ ബുക്ക് ഓഫ് ആക്ട്സ് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചാപ്റ്റർ 18 എഫെസോസിലൂടെ അപ്പോസ്തലന്റെ ഒരു യാത്ര കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങുന്നതായിട്ട് കാണാം. ആക്ട്സ് 18 വേഴ്സ് നമ്പർ 18 and 19 In the book of Acts chapter 18 verses 18 and 19 we can see he actually stepped down into the area of Ephesus.
എന്നാൽ അവിടെ വേല ആരംഭിക്കുന്നത് ചാപ്റ്റർ 20-ലാണ്. But the real ministry it began in chapter 20. 19 and 20 വായിക്കുമ്പോൾ ദൈവം തന്നെ അത്ഭുതകരമായിട്ട് ആ പട്ടണത്തിൽ ഉപയോഗിക്കുന്നു. And we can see how miraculously Paul was being used in the land of Ephesus. അങ്ങനെ അവിടെ ഒരു ചർച്ച് തുടങ്ങുന്നു. So he began a church in Ephesus. ആ ചർച്ച് തുടങ്ങിയിട്ട് ആക്ട്സ് 20 നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി, അവിടെ നിരവധി എൽഡേഴ്സിനെ ആക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. And then after he began a church in Ephesus, he appointed certain elders. അങ്ങനെ എൽഡേഴ്സിനെ ആക്കി വെക്കുന്നു. ഫൈനലി ഒരു റെഫറൻസ് നമ്മൾ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:3 വായിക്കുന്നുണ്ട്. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ലീഡിങ് പാസ്റ്റർ ആയിരുന്നു തിമോത്തി എന്ന് നമ്മൾ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:3 വായിക്കുന്നുണ്ട്. First Timothy chapter 1:3 we can see in Ephesus there was a leading pastor named Timothy. അങ്ങനെങ്കിൽ പോൾ ആരംഭിക്കുന്നു. Paul began the church. അവിടെ എൽഡേഴ്സിനെ ആക്കി വെക്കുന്നു. He ordained certain elders. അല്പകാലം കഴിഞ്ഞപ്പോഴത്തേക്ക് തിമോത്തി അവിടുത്തെ പ്രധാന ശുശ്രൂഷകനായിട്ട് വരുന്നു. After a few years or days, Timothy became the main pastor of the church. എഫീസ് ലേഖനം അല്ലാതെ ഒരു ലേഖനം കൂടി ഈ ചർച്ചിന് എഴുതി ബൈബിളിനകത്തുണ്ട്. ഏതാണെന്നറിയാമോ? Not only the letter to Ephesians, another letter also he wrote. Which was that letter? Somebody wrote. ഏതാണെന്നറിയാമോ? ഒന്നുകൂടെ ആലോചിച്ചേ. ഇത് ഐപിക്കോ ചർച്ചല്ലേ, ബൈബിൾ കേൾക്കുന്ന ചർച്ചല്ലേ? One more letter. ഞാൻ തോട്ടയ്ക്ക് ഇന്ത്യ ചെന്ന് പറഞ്ഞേക്കുന്നത് ഈ ചർച്ചിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. അതിന് ഒരാൾ എന്നോട് പറഞ്ഞ് കേൾക്കണോ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സഭായം കൂടി മരിക്കണമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞ കോട്ടയത്തുള്ളത്. One person from Kottayam told me that before I die, I want to attend one of the services in Seattle. ഓൺലൈനിൽ കേൾക്കുന്നുണ്ടായിരിക്കും. Maybe they might be hearing through online. എഫീസ്യ ലേഖനം അല്ലാതെ ഒരു ലേഖനം കൂടി എഴുതിയായിരുന്നു ഈ സഭയ്ക്ക്. And one more letter നിങ്ങളുടെ ശ്രദ്ധയെന്ന് പോയാൽ മതി. Paul wrote not only to Ephesians church. വെളിപ്പാട് പുസ്തകം ആദ്യം എഴുതിയ ഏത് സഭയ്ക്കായിരുന്നു? The Revelation, first letter, first message was to the ഞാൻ church ഓർത്ത് in നിങ്ങൾ Ephesus. ഫടാന്ന് ആൻസർ പറയുന്ന ഓർത്തെ. എഫീസ് ലേഖനം മാത്രമല്ല, ബുക്ക് ഓഫ് റെവലേഷൻ ആദ്യം എഴുതിയത് ആർക്കായിരുന്നു? അയ്യോ, എന്നിട്ട് മനസ്സിലാവുന്നില്ലേ? The book of Revelation also was addressed to the church in പറയാൻ Ephesus. കാര്യം അതെന്റെ മനസ്സിലേക്ക് വരാൻ കാര്യം അറിയാം. ആദ്യം പോളായിരുന്നു സഭയുടെ പാസ്റ്റർ. First Paul was the pastor. അതിനുശേഷം എൽഡേഴ്സിനെ ആക്കുന്നു. And then the elders were the leaders. അതിനുശേഷം തിമോത്തി വരുന്നു. And then came Timothy as the തിമോത്തിക്ക് pastor. ശേഷം യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു ആ സഭയുടെ എൽഡർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. We can understand that after Timothy then came John, that elder John was the pastor of this church in Ephesus. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സർമൺ എങ്ങും എത്തത്തില്ല. ഈ 14 വാക്യങ്ങളെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ഒരു ഔട്ട്ലൈനായിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. I'm going to summarize verses 3 through 14. നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ 3 മുതൽ 6 വരെ വായിക്കുമ്പോൾ പിതാവായ ദൈവത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് നമ്മളെ പുത്രനിൽ തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, അഡോപ്റ്റ് ചെയ്തു. പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങളാണ് ആദ്യത്തെ 3 വാക്യം. First 3 verses from 3 through 6 we can see the work of the Father God. Chosen by the Father. Amen. We are chosen by Father. 6ന്റെ സെക്കൻഡ് പാർട്ട് മുതൽ അതിന്റെ 10ാമത്തെ വാക്യം വരെ redeemed by the Son. പുത്രന്റെ പ്രവൃത്തിയാണ് വായിക്കുന്നത്. Verses 6 through 10 we can see the redemption through the Son. 11 മുതൽ താഴോട്ട് 14 വരെ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒന്നാമത്തേത് ചോസൺ ബൈ ദ ഫാദർ, റെഡീംഡ് ബൈ ദ സൺ ആൻഡ് സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. Amen. Then 11 to 14 we can see the sealed by Holy Spirit. ത്രിയേക ദൈവം, ശ്രദ്ധിച്ചു കേട്ടോണം, ത്രിയേക ദൈവം നമ്മുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞകാല നിത്യത മുതൽ വരാൻ പോകുന്ന നിത്യത വരെ എന്തെല്ലാം കാര്യം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സമ്മറിയാണ് വേഴ്സസ് 3 to 14. Verses 3 through 14 we can see the triune God, whatever he began even before the foundations of the world, what he finished. Praise the Lord. Hallelujah. നമുക്കതിൻ്റെ ഒന്നൊന്ന് വായിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ദൈവേഷ്ടത്താൽ, എല്ലാവരും വാക്യം കണ്ടല്ലോ, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് വായിച്ചാണ് തുടങ്ങുന്നത്. The verse began, or the chapter or the letter began by stating this:
an apostle of Jesus Christ by the will of God. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ പോൾ അപ്പോസ്തലായത് ദൈവത്തിന്റെ വില്ലിനാലായിരുന്നെങ്കിൽ ഞാൻ വിശ്വാസിയായതും ദൈവേഷ്ടത്താലാണ്. മനസ്സിലാവുന്നു? If Paul became an apostle by the will of God, you and I became a children of God by the will of God. നാം എന്തെങ്കിലും ശ്രദ്ധിച്ചു കേട്ടോണം, നാം എന്തെങ്കിലും ആത്മീയത്തിലായിട്ടുണ്ടെങ്കിൽ it is by the will of God. If we became anything in God, that is by the will of God only. നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നുമില്ല. It is by the will of God. If we have any talents or anything by ourselves, but do not think that that is yours, but it is purely the given talent and it is the will of God. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ മഹിമ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ട്രെയിനിങ് കൊണ്ടോ ഞാൻ ഇങ്ങനെ ആയെന്ന് ആരും പറയരുത്. ഒന്നിൻ്റെ ഒന്നനുസരിച്ച് it is by the will of God. Nobody can claim that because of my training or because of my practice or anything, by that I am becoming who I am. But we can say, strongly state that I am being who I am because by the will of God. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. We can see clearly Paul, an apostle of Christ Jesus, by the will of God. എന്നിട്ട് ആ എഫെസോസിലുള്ള എന്നുള്ളത് നമുക്കറിയാം, ഈ സിയാറ്റിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. To the saints, here it is mentioned who are at Ephesus, but we can say the saints who are in the land of Seattle and who are faithful in Christ Jesus. ആ ഫെയ്ത്ത്ഫുൾ എന്നതിന്റെ അർത്ഥം, The faithful, what is the meaning? അല്ലെങ്കിൽ വിശുദ്ധന്മാരും വിശ്വാസികളും എന്നതിൻ്റെ അർത്ഥം അവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എഫെസോസിലുള്ള ടർക്കിയിലുള്ള കുറച്ച് ഫെയ്ത്ത്ഫുൾ ആളുകളെ വിളിച്ചെന്നല്ല, മറിച്ച് പാപികളായിരുന്ന കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ദൈവം ഫെയ്ത്ത്ഫുൾ ആക്കി വിശ്വസ്തരാക്കി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. The meaning of that verse is he is not addressing to a group of holy people, but he is calling a group of sinners who were sinners but who are selected and elected as saints. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, നമ്മളെ എല്ലാം വിളിച്ച് അവിടുന്ന് വിശുദ്ധരാക്കി എന്ന് പറഞ്ഞാൽ we all are saint by calling. Amen. മനസ്സിലാവുന്നോ? We were all sinners, but we are called and we became saints by the will of God. എങ്ങനെയാ സെയിന്റ് ആയത്? How? എന്താ സെയിന്റ് ആകാന്ന് പറഞ്ഞാൽ separated from the system of the world. What do you mean by being a saint? The meaning is we are selected or chosen and being separated. സെപ്പറേറ്റ്. അല്പം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇച്ചിരൂടെ വേണം. എനിക്ക് ഈ 14 വാക്യം എന്ന് പറഞ്ഞു തീർക്കണമെന്നൊന്നുമില്ല. സെറ്റപ്പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സിസ്റ്റത്തിലായിരുന്നു. ആ സിസ്റ്റത്തിൽ നിന്ന് ദൈവികമായ മറ്റൊരു സിസ്റ്റത്തിലേക്ക് എന്നെ സെറ്റപ്പാട്ട് ചെയ്തെന്നാണ് ഹോളിയാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം. The meaning we all became holy means we were all belonging to a worldly system. From that system we were purchased to a new but different system. അങ്ങനെങ്കിൽ വിശുദ്ധരായി വിളിച്ച എൻ്റെ ഉത്തരവാദിത്വം എന്നാണെന്നറിയാമോ? ഡെയിലി ലൈഫിൽ ഫെയ്ത്ത്ഫുൾ ആകുക എന്നുള്ളതാണ്. We are called as a saint, so the responsibility of each saints are to live a holy and faithful life. ആരംഭത്തിൽ തന്നെ ഒരു ചോദ്യം, ആർ യു ഫെയ്ത്ത്ഫുൾ ബിഫോർ ഗോഡ്? Let me ask you a question in the beginning. Are you faithful in the walk with the Christ? എല്ലാവരും അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ആർ യു ഫെയ്ത്ത്ഫുൾ? Let each one of us ask ourselves, are we faithful? ദൈവം എന്നെ വിശ്വസ്തനായി വിളിച്ചു. God called me as a saint, but am I faithful? ഞാൻ സെയിന്റ് ആയത് ഗ്രേസ് കൊണ്ടാണ്, പക്ഷേ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളത് എൻ്റെ ക്യാരക്ടറാണ്. I am being a saint by his faithfulness, but do we reflect a holy character? നിങ്ങൾക്കറിയാമോ, സൗത്ത് കൊറിയയിൽ ഒരു നിയമമുണ്ട്. സൗത്ത് കൊറിയ, There is a law in South Korea. ഒരു ജൂനിയർ മിലിറ്ററിക്കാരൻ സീനിയർ മിലിറ്ററിക്കാരനെ കണ്ടാൽ സല്യൂട്ട് ചെയ്തിട്ട് പറയണം, ഐ ആം ഫെയ്ത്ത്ഫുൾ. If a junior military or soldier see a senior military and he needs to salute and say, I am faithful. എന്ന് പറഞ്ഞാൽ എപ്പോൾ കണ്ടാലും ഐ ആം ഫെയ്ത്ത്ഫുൾ. Whenever he see a senior person, he needs to bow and say, salute and say, I am faithful. വിശുദ്ധരായവരോട് പറഞ്ഞേക്കുകയാണ് ഫെയ്ത്ത്ഫുൾ ആകണം.
to those who are called and selected as saints, he is exhorting us to be faithful. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. എന്നിട്ട് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം. എന്താ ഈ കൃപയും സമാധാനവും എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം? What is the meaning in the next verse? Grace and peace. ഈ കൃപയ്ക്ക് രണ്ടർത്ഥമുണ്ട്, രണ്ടർത്ഥം. There are two meanings for grace. ഒന്ന് നമ്മുടെ രക്ഷയിൽ ലഭിച്ച കൃപ, അൺമെറിറ്റഡ് ഫേവർ. And one meaning of grace is an unmerited favor we all received from അത് salvation. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കിട്ടിയതാണ്. When we became born again, we got an unmerited grace. എന്നാൽ കൃപയ്ക്ക് മറ്റൊരർത്ഥമുണ്ട്. But there is another meaning for grace. ഡെയിലി ലൈഫിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട കൃപ. മനസ്സിലാവുന്നോ? In the day-to-day life, the grace which we need to live a holy life. അതാ പോൾ പറഞ്ഞത്. പോളിനോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ. ഏതർത്ഥത്തില? രക്ഷയോടുള്ള ബന്ധത്തിലല്ല, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കൃപ വേണം, ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഗ്രീറ്റിംഗ്സ് ആണ് ഇവിടെ പോൾ പറയുന്നത്, കൃപയും സമാധാനവും. That is the reason Paul was exhorted by God. My grace is sufficient for you because my grace is perfected in your weaknesses. That grace which enables us to live a day-to-day life in faithfulness. ഇവിടെ ആ കൃപയും സമാധാനം എന്നതിൻ്റെ ഓർഡർ നിങ്ങൾ കണ്ടോ? The order, have you noticed the order? Grace to you and peace from God. കൃപ ലഭിച്ചവർക്ക് എന്തോ ഉള്ളൂ? Peace. അതാണ് ബിബ്ലിക്കൽ ഓർഡർ. The biblical order is those who received pure grace, they only can have pure peace. തൗസൻഡ് ഓഫ് ആളുകൾ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട് ചില സമാധാനം കിട്ടാൻ വേണ്ടി. ശരിയാണോ? Thousands and thousands of people usually go to different meetings in order to have some peace. പക്ഷെ അത് നിലനിൽക്കില്ല. But that peace won't sustain. ആർക്ക് കൃപ ലഭിച്ചോ അവർക്ക് മാത്രമേ ദൈവം നൽകുന്ന ആ പീസ് ഉണ്ടാവുള്ളൂ. Whoever received the grace from the Father, those who only can enjoy a sustainable peace. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, Hallelujah. you cannot experience peace of God unless you are at peace with God. Amen. Unless you are at peace with God, you cannot experience the peace from God. ആ രണ്ട് പദം ഓർത്തോണം, അതിൻ്റെ ഓർഡർ ഓർത്തോണം. ആദ്യം കൃപ, പിന്നെ സമാധാനം. You never forget the order. First the grace from Father and next only peace will come. നമുക്ക് പെട്ടെന്ന് ആ 3-4 വാക്യം ഒന്ന് വായിക്കാം. 3-4 വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം. Next verses 3 and 4. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ, just as he chose us in him before the foundation of the world, that we would be holy and blameless before him. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ, അതായത് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച, ദൈവത്തിൻ്റെ സമാധാനം ഹൃദയത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആളുകളോട് ദൈവാത്മാവ് പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ ഓൾറെഡി ബ്ലെസ്ഡ്. Those who receive the grace and those who are enjoy his peace, that people are already blessed with every spiritual blessing in the heavenly places in Christ. പക്ഷെ നമ്മുടെ ഇടയിലുണ്ടല്ലോ ഈ ആത്മീയ അനുഗ്രഹത്തെ പറ്റിയൊന്നും നമ്മൾക്ക് യാതൊരു വിഷയമല്ല. But now we don't care about the spiritual blessings in us. നമ്മളെ വീണ്ടെടുത്തെന്ന് പറഞ്ഞാൽ എത്ര പേര് സ്തോത്രം പറയും? When we hear about the redemption, how many of us are thankful? നമ്മളെ ദത്തെടുത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്തോത്രം പറയൂ? How many of us are thankful because when we hear that we are purchased? തിരുവെഴുത്ത് പ്രാധാന്യത കൊടുക്കുന്നതിന് നമ്മൾ പ്രാധാന്യത കൊടുക്കണം. Whatever the scripture gives importance, we need to give priority. സ്ക്രിപ്ചർ ലെസ് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. If scripture provides less importance to certain matters, we also need to provide less importance to them. കാരാഗ്രഹത്തിൽ പോൾ കിടക്കാണ്. When Paul was in the prison, ആ പ്രസണി കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ താനൊരു റീസൺ കണ്ടെത്തുകയാണ്. എന്നറിയാമോ? എന്നെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും he already blessed.
Paul was in the prison at that time, he was finding a reason why he needs to be thankful, because he was blessed by every spiritual blessing in the heavenly places in Christ. പക്ഷെ നമ്മുടെ പല ഇടപാടും കണ്ടാൽ ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് ഈ അനുഗ്രഹമൊന്നും ഒരു അനുഗ്രഹമേ അല്ല. But many of us, we just ignore this rich spiritual blessing. ഈ ലോസ് ആഞ്ചലസ് ടൈംസിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയുണ്ട്. There came a news many years before in Los Angeles Times. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാൽന്യൂട്രീഷൻ കാരണം മരിച്ചു. One husband and wife dead due to malnutrition. പോലീസ് എൻക്വയറിക്ക് അവിടെ ചെല്ലുന്നു. Police went to have an inquiry. ഇതിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ മരിക്കാൻ കാരണം മാൽന്യൂട്രീഷൻ ആയിരുന്നു. After the report came, then only everybody realized that those couples died because of the malnutrition. ഇത് ഡെക്കേഡ്സ് ഓഫ് ബാക്കിൽ വന്ന ന്യൂസാണ്. And it came, this news was decades back. ഈ പോലീസ് ഓഫീസേഴ്സ് അവരുടെ റൂം ഒന്ന് പരിശോധിച്ചു. Police officers came and searched their room. ഒരു പേപ്പർ ബാഗിനകത്ത് $40,000 അന്നിരിപ്പുണ്ടായിരുന്നു. And inside a paper wallet, they saw $40,000 at that time. ഞാൻ പറഞ്ഞത് ഇത്രയും ക്യാഷ് കയ്യിൽ വെച്ചിട്ടാണ് മാൽന്യൂട്രീഷൻ നിമിത്തം ഈ കുടുംബം എന്ത് ചെയ്തേക്കുന്നത്. They kept this much money safe, but this family died due to lack of food. ഞാൻ ആ സ്റ്റോറി ഇപ്പോൾ ഇവിടെ പറയാൻ കാര്യം മനസ്സിലായോ? Do you know why I am mentioning this story now? തിരുവെഴുത്തിനകത്ത് നാം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞേക്കുകയാണെങ്കിലും നമുക്ക് ആത്മീയ കാര്യത്തിൽ യാതൊരു സന്തോഷമില്ല. Even though scripture is very clearly say that we are all blessed so much with every spiritual blessing in the heavenly places of Christ, but still we are unhappy. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ എന്ത് ചെയ്തേക്കുക, അനുഗ്രഹിച്ചേക്കുക. Amen. Here the Paul apostle is saying that I am blessed with every spiritual blessing in the heavenly places in Christ. ആ വാക്യത്തിനകത്ത് 5 കാര്യമുണ്ട്. There are 5 matters in that just one verse. ഒന്ന്, the source of blessing. The first thing is the source of blessing. നിങ്ങൾ ആ വാക്യത്തിലേക്ക് മതി. God the Father is the source of blessing. We can see God the Father is the source of the blessing. രണ്ടാം വാക്യത്തിനകത്ത് പ്രത്യേകത the object of blessing. And the second thing is the object of blessing. All the believers are the object of blessing. Object of the blessings, we all are all the believers. മൂന്നാമത്തെ പ്രത്യേകത the nature of blessing. And the third important matter is the nature of the അത് blessing. താൽക്കാലികമായ കാര്യത്തെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്. The nature is spiritual. And the nature of the blessing is not a temporary thing, but the nature is a permanent one. നാലാമത്തെ പ്രത്യേകത ഇത് location of blessing. The fourth thing is the location of the blessing. അത് ഈ എർത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, from the heavenly places. And it is not related to earthly matters, but it is related to heavenly places. ഫൈനലി ഈ സകല ആത്മീയ അനുഗ്രഹത്തിനും ഒരു ഏജന്റ് ഉണ്ട്. അത് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ലോർഡ് ജീസസ് ഈസ് ദ ഏജന്റ് ഓഫ് ബ്ലെസ്സിംഗ്. Finally, there is a reason or an agent there to provide us all these spiritual blessings. That agent is Christ Jesus. ആ ബ്ലെസ്സിംഗ് എന്താണെന്നുള്ളതാണ് 4 മുതൽ താഴോട്ട് വായിക്കുന്നത്. Those blessings, what are they? These blessings are numbered from verses 4 through 11. എന്തൊക്കെയാണെന്ന് നിങ്ങൾ സമയമെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. The first important and precious blessing is He chose us. 2, അവിടുന്ന് നമ്മളെ മുൻനിയമിച്ചു എന്നതാണ്. The second thing is He predestined us. അതിന് മുമ്പ് നടന്നൊരു കാര്യമുണ്ട്. അവൻ നമ്മളെ തെരഞ്ഞെടുത്തു, അവൻ നമ്മളെ മുൻനിയമിച്ചു, അവൻ നമ്മെ മുൻ അറിഞ്ഞു. And the other thing is He foreknew us, He chose us. എന്നിട്ട് എന്നാ നടന്നെന്നറിയാമോ? അവൻ്റെ വീട്ടിലേക്ക് എന്നെ ആക്കി. ഹി അഡോപ്റ്റഡ്. And then the next thing happened is He adopted and came to His own house. 5ാമത്തെ ബ്ലെസ്സിംഗ് എന്നാണെന്നറിയാമോ? ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച് എന്നെ റെഡീം ചെയ്തു. ഇങ്ങനെ പറയാം, ഇലക്ഷൻ, പ്രീഡെസ്റ്റിനേഷൻ, ഫോർ നോളജ്, അഡോപ്ഷൻ ആൻഡ് റിഡംഷൻ. Amen. Election, predestination, foreknowledge and adoption. Finally redemption. And finally redemption. ഈ 5 കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഈ 5 കാര്യത്തിലും നമുക്ക് പങ്കാളിത്തമില്ല. ദൈവം തൻ്റെ ഇഷ്ടത്തിൽ ചെയ്തതാണ് എന്നാണ് 11ാം വാക്യം പറയുന്നത്. And all these 5 matters, we do not have any part. These are all provided by God the Father. ഇത്ര മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലന്റെ ആ വാചകം നിങ്ങൾ കണ്ടോ? ദൈവവും
പിതാവുമായവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. After that, the reaction of the Paul, the apostle, he is saying, "Blessed be the God and Father of our Lord Jesus എന്ന് പറഞ്ഞാൽ Christ." ഈ ആത്മീയ മർമ്മം തനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒന്നേ പറയാനായിട്ടുള്ളൂ, ദൈവം വാഴ്ത്തപ്പെട്ടവൻ. After he realized the true meaning of this, he has only one thing to mention: "Blessed be my Father." Blessed be my Father. എന്താ ഇതിന്റെ അർത്ഥം? What is the meaning? Blessed be the God. ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ വാഴ്ത്തപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സ്പീക്ക് ഹൈലി ഓഫ് എന്നാണ്. He is speaking highly of a Father. ഏറ്റവും ഉന്നതമായി പറയുക, ഏറ്റവും ഉയർത്തി പറയുക, ഏറ്റവും പുകഴ്ത്തി പറയുക. നമ്മുടെ രക്ഷയെ ഓർക്കുമ്പോൾ, നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർക്കുമ്പോൾ നമുക്കൊന്നേ പറയാനായിട്ടുള്ളൂ, ദൈവം വാഴ്ത്തപ്പെട്ടവൻ. Amen. When we think about our salvation and when we think about our redemption, we have only one thing to mention: blessed be the God. ഇതിന്റെ മറ്റൊരു വേർഷനാണ് റോമാലേഖനം 8-ാം അധ്യായം. ഒന്ന് വരാമോ? റോമൻസ് 8. Another version of this we can see Romans chapter 8. ഇവിടെ എല്ലാവരും ചെയ്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ ഷോർട്ട് വേർഷനാണ് റോമൻസ് 8:28 and 29. Whatever here enlarged or explained really well, the summary we can see Romans chapter 8 verses 28 and 29. നിങ്ങൾ 29 നോക്കിയേ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുവരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് എഫീഷ്യൻസ് 1 ആത്മാവ് എഴുതിയേക്കുകയാണ്. Hallelujah. We can see the explanation of these verses. Whom he foreknew, he predestined, he actually chose, and those who are called, and those who are called are justified, and those who are justified are glorified. The summary is here and the explanation is here in the book of Ephesians. നിങ്ങൾ 31-ാമത്തെ വാക്യത്തിൽ മനോഹരമായ ഒരു ചോദ്യം കണ്ടോ? 31 റോമൻസ് 8:31. Romans chapter 8 verse 31, there is a beautiful question. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? എന്താ ആൻസർ? God, what then shall we say to ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? എന്നെ വീണ്ടെടുത്ത, എന്നെ നീതീകരിച്ച, എന്നെ വിശുദ്ധീകരണത്തിലാക്കിയ, എന്നെ തേജസ്കരിച്ച ഇത് സംബന്ധിച്ച് ഞാൻ എന്ത് പറയേണ്ടു? ഒന്നും പറയാനില്ല. ദൈവത്തെ വാഴ്ത്താം. Amen. The Paul apostle is asking about the predestination, calling, and also the justification and also the glorification. What can we say about these things? We cannot say anything except God the Father. അങ്ങനെങ്കിൽ bless the Lord, oh my soul എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. Amen. If so, we usually sing a song, bless the Lord, oh my soul. എന്താ അതിന്റെ അർത്ഥം? What is the meaning? Oh soul, speak highly of about your God. Amen. Amen. ആത്മാവേ, ദൈവത്തെ പറ്റി ഏറ്റവും ഉന്നതമായത് പറയുക. Amen. In that song it exalts, oh soul, please extol God. മുഴുവനൊന്നും Hallelujah. മുഴുവൻ പോയിട്ട് ഒരു വാക്യം പോലും വിശദീകരിക്കാൻ സമയമില്ല. Hallelujah. ഒരു പ്രയോഗം അവിടെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ഈ 14 വാക്യത്തിനകത്ത്. Throughout this 14 verses, one phrase is being repeated several times. 6-ാം വാക്യം, 13-ാം വാക്യം, 14-ാം വാക്യം. Verse 6, 13 and 14. 6-ാം വാക്യത്തിനകത്തൊരു പ്രയോഗം കണ്ടോ? തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. വാക്യം കണ്ടോ? To the praise of the glory of his grace. 12-ാം വാക്യത്തിനകത്ത് കണ്ടോ? അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. കണ്ടോ? And we can see to the again in the English chapter 1 verse 13, to hope in Christ would be to the praise of his glory. 14-ാം വാക്യത്തിനകത്ത് കണ്ടോ? തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് തന്നെ. And again we can see in verse 14, to the praise of his glory. അങ്ങനെങ്കിൽ അതിൻ്റെ ആൻസർ എന്നാണെന്നറിയാമോ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തത് തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. God did all these things just to have the glory to God. എന്താ ഈ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ച എന്ന് പറഞ്ഞാൽ? What is the meaning of this, the praise of the glory of his grace? ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ഞാനിത് എന്നോട് പല പ്രാവശ്യം ചോദിച്ചു, എന്താ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേഴ്സ്? I asked several times myself, what is the meaning of that phrase? 10 വാക്യത്തിനകത്ത്
3 പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിക്കുകയാണ്. The same thing he kept repeating 3 times in throughout 10 verses. The praise of the glory of his grace. അവിടെ ചെയ്തേക്കുന്ന കാര്യം നമ്മളെ തെരഞ്ഞെടുത്തതും നമ്മളെ മുൻനിയമിച്ചതും നമ്മളെ രക്ഷിച്ചതും നമ്മളെ ആത്മാവിനാൽ മുദ്രയിട്ടതും ഒക്കെയാണ്. We can see here our selection, his foreknowledge, his predestination, his adoption, his redemption. ഇതെല്ലാം തമ്പുരാൻ ചെയ്തു പറയുകയാണ്, ഇത് ഞാൻ ചെയ്തത് എൻ്റെ കൃപയുടെ മഹത്വം ഘോഷിക്കപ്പെടേണ്ടതിനാണ്. He, the God the Father, did everything, and then he is saying, these are all done to you because Christ would be to the praise of his glory. എന്താണെങ്കിൽ കൃപാമഹത്വം എന്ന് പറഞ്ഞാൽ What is the enlargement or the extension of the praise of his glory? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മോട് കൃപ തോന്നി ചെയ്തതാണ്. All these things, selection, predestination, foreknowledge, adoption, glory, everything is purely done by his grace. എന്തിനാ അങ്ങനെ കൃപ തോന്നിയത്? Why did he feel grace towards us? ആ കൃപയുടെ മഹത്വം നിത്യത മുഴുവൻ ഘോഷിക്കപ്പെടേണ്ടതിന്. മനസ്സിലാവുന്നു? Amen. The richness of the grace should be proclaimed throughout eternity. നമ്മൾ ഇവിടെ ഒരു സ്തോത്രം പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ചതിന് പരിമിതി, അതിന് പരിഹാരം, അതിന് എന്താ പറയുക, തത്തുല്യമായി തീരത്തില്ല. എന്നാൽ നിത്യത മുഴുവൻ ഒരുവൻ എന്നാണ് സ്വർഗത്തിൽ ചെയ്യുന്നതെന്നറിയാമോ? തൻ്റെ കൃപയുടെ മഹത്വമോർത്ത് നിത്യത മുഴുവൻ പറയും, അവൻ വാഴ്ത്തപ്പെട്ടവൻ, അവൻ വാഴ്ത്തപ്പെട്ടവൻ, അവൻ വാഴ്ത്തപ്പെട്ടവൻ. അതിൻ്റെ പേരാണ് കൃപാമഹത്വത്തിൻ്റെ പുകഴ്ച. Amen. To the praise of the glory of his grace throughout eternity, we will proclaim, bless the Lord, O my soul. സ്തോത്രം. Hallelujah. നമ്മളൊരു പാട്ട് പാടി അല്ലെങ്കിൽ പ്രസംഗം പറയുമ്പോൾ ഒരല്ലേലിയ പറഞ്ഞാൽ തൻ്റെ കൃപയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ പറ്റുമോ? Amen. പറ്റിയല്ല. ഒരായുസ് മുഴുവൻ പറ്റുമോ? പറ്റിയല്ല. നിത്യത മുഴുവൻ നമ്മൾ ഓർക്കുന്ന എന്നറിയാമോ? താൻ നമ്മോട് കാണിച്ച ആ കൃപയുടെ വലുപ്പം മനസ്സിലാക്കി അവൻ്റെ മഹത്വത്തെ പുകഴുകയാണ്. And if we say just one hallelujah or one praise, that's not enough. Though throughout our lifetime also, if we give the glory to his grace, that is also not enough. But throughout eternity, we need to give all the glory and praise to God for his amazing thing which he has done in our life. ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ നമ്മൾ എന്നെ എടുക്കാൻ പോവാന്നല്ലേ? Many times people usually asked me what we are going to do in heaven. ഒറ്റ കാര്യമുള്ളൂ, One thing. തൻ്റെ കൃപയുടെ മഹത്വം ഓർത്ത് Amen. The അവിടെ richness. നമ്മൾ അവനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. And by remembering the richness of his grace, we praise and give all glory to him. രക്ഷ എന്നാണെന്ന് നമുക്കിന്ന് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരല്പം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ആ രക്ഷാപദ്ധതി അന്ന് നമ്മുടെ അറിവിൻ്റെ പരിധി മാറുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുമ്പോൾ, ആ നിത്യത മുഴുവൻ നമ്മൾ അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. The beauty or the matter of fact about salvation which we are not clearly understood now, that's the reason we are unable to give all glory. But in eternity we are going to give forever and ever all glory and praise to God. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയേ. 2:6. Chapter 2 verse 6. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളെ കാണിക്കേണ്ടതിനെ. കണ്ട വാക്യം. We can see chapter 2 verse 7. In the ages to come, he might show the surpassing riches of his grace in kindness towards us in Christ Jesus. 2:6. Amen. Chapter 2. തൻ്റെ അതിനകത്തൊരു പ്രധാനപ്പെട്ട അർത്ഥമുണ്ട്. There is a true meaning. തൻ്റെ കൃപയുടെ അത്യന്തധനം, Riches of his grace in kindness. അത് സാൽവേഷനെ പറ്റിയാ പറയുന്നേ. It is talking about our salvation. റിഡംഷനെ പറ്റിയാ പറയുന്നേ. It is talking about ആ our കൃപയുടെ redemption. അത്യന്തധനം നമുക്ക് ഇപ്പോൾ ചെറിയൊരളവിലേ മനസ്സിലാവുന്നുള്ളൂ. The riches of his grace in kindness we can understand very little currently. നമുക്കത് പൂർണ്ണമായിട്ട് അതിന്റെ ഒരു അംശം പോലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. We cannot even understand one of the fractions of that surpassing പക്ഷെ grace. വരുംകാലങ്ങളിൽ ആ പ്രയോഗം നിങ്ങൾ കണ്ടോ? തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ അന്ന് നമ്മൾ അവനെ പോലെയാകുമ്പോൾ ആ കൃപാധനം എന്താണെന്ന് മനസ്സിലാവും. But he was mentioning that in the ages to come, so that we will understand fully the meaning of this grace. ആ കൃപയുടെ മഹത്വം
എത്ര വലുതാണെന്നറിഞ്ഞ് നമ്മൾ നിത്യത മുഴുവൻ അവനെ പുകഴ്ത്തും. Hallelujah. The surpassing riches of His grace throughout eternity, we are going to give all glory and praise to God once we understand and comprehend completely. അന്ന് നമ്മൾ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു മീനിങ് ഇതാണ്: രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ. അതാ കൃപാദനത്തിന്റെ പുകഴ്ച. At that time, after understanding completely the salvation, we will start singing, "Thank you, Lord, for the greatest redemption through the pure and precious blood of yours." സ്വർഗത്തിൽ രണ്ട് കാര്യം നടക്കും, രണ്ട് കാര്യം. There are going to happen two matters in heaven. കൃപാദനം എന്താണെന്ന് നമ്മൾ അറിയും. അതാണ് We will truly understand the riches of His glory. രണ്ട്, Grace. അതറിയുമ്പം നമ്മൾ അവനെ പുകഴ്ത്തും. After we come to realize the riches of His grace, then we start to give Him true worship. എന്താ അതിന്റെ അർത്ഥം? കുഞ്ഞാടേ, നീ Hallelujah. യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ. At that time we say, "Glory be to the Lamb of God, because you are holy and you purchased us with your precious pure blood." ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ വാക്കുകൾ നിർത്താം. Hallelujah. One more thing. ആ കൃപാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. ഇലക്ഷൻ, The important matter for the riches of His grace is our election. നമ്മളെ തെരഞ്ഞെടുത്തു എന്നതാണ്. It is mentioned that we are being selected or chosen. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ വാക്യം പറഞ്ഞു: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. Two of our Sunday school children mentioned this verse. "I did not choose you, but you chose me." നമ്മളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ? Do we have any qualification in order to be selected? ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ഈ മോശയെ സെലക്ട് ചെയ്യുന്നതിന് പകരം ഫറവോനെ സെലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് പ്രോജക്റ്റ് നടന്നേനെ. Many times I thought about, just instead of selecting Moses, why didn't God choose Pharaoh? ഫറവോനെ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ എന്ത് നന്നായിട്ട് How beautiful that project would be if he selected a smarter person like Pharaoh. ദാവീദിന് പകരം ഗോലിയാത്തായിരുന്നെങ്കിൽ, റൈറ്റ്? I also thought whether instead of David, big Goliath, why didn't he choose him? യേശു ഈ മീൻ പിടിക്കുന്ന അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ ശിഷ്യന്മാരാക്കുന്നതിന് പകരം ആ ജെറുസലേമിലേക്ക് പോയി കഴിവുള്ളവരെ വിളിച്ചിരുന്നെങ്കിലോ? Why didn't God go and choose educated people instead of uneducated fishermen? ഒരു യോഗ്യതയില്ലായിരുന്നു. We can, തമ്പുരാൻ എന്നോട് കരുണ കാണിച്ചു. Hallelujah. അതിന്റെ പേരാണ് കൃപാദനം. there are no merits to be chosen, but He showed unmerited favor on each one of us. That is what it is called, the grace and the richness of His grace. ഈ എഫെസ്യലേഖനത്തിനകത്തൊരു 3-4 പദമുണ്ട്, പെട്ടെന്ന് പറയാം. There are certain beautiful phrases in the book of Ephesians. 1:8 മഹിമാധനം എന്ന് വായിക്കുന്നുണ്ട്. മഹിമാധനം. And we can see the riches of His grace. Riches of His glory. Riches of His grace and His glory. 2:4 കരുണാധനം എന്ന് വായിക്കുന്നുണ്ട്. And also in 2:4, rich in mercy. 2:6 കൃപയുടെ അത്യന്തധനം എന്ന് വായിക്കുന്നുണ്ട്. And again we are seeing surpassing riches of His grace. 3:8 അതിമഹത്തായ ഒരു പദമുണ്ട്, അൺഫാത്തമബിൾ റിച്ചസ്. ദൈവത്തിന്റെ അപ്രമേയധനം എന്ന് വായിക്കുന്നുണ്ട്. And we can see in verse 3:8, unfathomable or unsearchable riches of Christ. 3:16 വായിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ ധനം. ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് 3:8 പറയുന്ന unfathomable riches. Amen. We can see verse 3, chapter 16, riches of His glory. That is what mentioned, unfathomable, unsearchable riches of Christ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ: ദൈവത്തിന്റെ അൺഫാത്തമബിൾ റിച്ചസ്. Amen. Why did I am selected? Because the unfathomable or unsearchable riches of His grace. നമ്മുടെ ഒരു കഴിവോ നമ്മുടെ ഒരു യോഗ്യതയല്ല,
തൻ്റെ മഹത്വം നിത്യത മുഴുവൻ പുകഴ്ത്തപ്പെടേണ്ടതിന്. Not on any of our merits for our selection, but in order to give all glory and praise for His selection throughout eternity. That is the reason you and I are selected. നമ്മുടെ കുടുംബമോ നമ്മുടെ ജീവിതമോ നമ്മുടെ ജോലിയോ ഒന്നും അതൊന്നും കർത്താവ് നോക്കിയില്ല. Jesus Christ didn't even look into any of our talents or reputation or our profession. അങ്ങനെയെങ്കിൽ എത്രയോ സ്മാർട്ടർ പീപ്പിൾ ഉണ്ടായിരുന്നു. If He looked in that manner, how many smarter or how many richer people are in this world? ഇതൊന്നും ഇല്ലാതിരിക്കുമ്പം ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തമ്പുരാന്റെ കൃപ എന്നോട് തോന്നി. അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ഗോഡ്. Even before the foundations of this world, there is an unsearchable grace who showed by the Father to each one of us. D.L. മൂഡി പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ചർച്ചിൽ ചില മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. D.L. Moody mentioned this way. അത് പറഞ്ഞതിൻ്റെ വാക്കുകൾ നിർത്തുക, എല്ലാവരും ഓർത്തോണം. I am concluding by mentioning what D.L. Moody mentioned. മൂഡി പറയാ, വളരെ പാവം പിടിച്ച പ്രസംഗൻ മൂഡി പറയാ, I am glad that God chose me before I was born, else it would be difficult to choose me after I lived. Amen. Amen. ലോകസ്ഥാപനത്തിന് മുമ്പ്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത് നന്നായി. ഇന്നായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം കണ്ടവൻ ഒരിക്കലും എന്നെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. Hallelujah. D.L. Moody, the greatest man, saint, who said that I'm so thankful because even before my birth he chose me. If he tried to choose me after my birth and life on this earth, he will never ever choose me. ഒരു കോട്ടോട് പറഞ്ഞതിൻ്റെ വാക്കുകൾ നിർത്താം. ഒരു ഭക്തൻ പറഞ്ഞതാണ്, I sought the Lord and afterwards I knew He moved my soul to seek Him, seeking me. It was not that I found, oh Savior, true. No, I was found by Thee. Amen. അതിൻ്റെ അർത്ഥം ഇതാണ്, ആദ്യം ഞാൻ ഓർത്തത് നിന്റെ പിന്നാലെ ഞാൻ വരികയാണെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നീയാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹമിട്ടത്. ഞാൻ നിന്റെ പിന്നാലെ വന്നതല്ല, നീ എൻ്റെ പിന്നാലെ വന്നതാണ്. ദൈവത്തിൻ്റെ അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ഗോഡ്. Amen. One of the man of God said that I thought that I am following you, but later on in my life I knew that you are leading me. He loved me first. He loved me first. He chose me first. Amen. He chose me first. ബർത്തിമായി കർത്താവിനെ കണ്ടതല്ല, Amen. കർത്താവ് ബർത്തിമായിയെ കാണുമായിരുന്നു. The blind man Bartimaeus, while he was crying, Bartimaeus didn't see Jesus. ഡെമസ്കോസിലേക്ക് പോയ സോള് ജീസസിനെ കാണുമായിരുന്നില്ല, ജീസസ് സോളിനെ കാണുമായിരുന്നു. Saul, who went to persecute Christians during his journey to Damascus, Paul didn't see God, but God saw Paul. നമ്മളാരും കർത്താവിനെ അങ്ങോട്ട് പോയി കണ്ടതല്ല, കർത്താവ് ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടതാണ്. We all didn't go and search and find Jesus, but God came and see us. എന്തിനാ ഇതെല്ലാം ചെയ്തത്? Why did he do everything? തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. In order to have the unfathomable riches of his grace. തന്റെ കൃപയെ എന്നേക്കും ഘോഷിക്കേണ്ടതിന്. In order to proclaim these unfathomable riches of his grace. നിത്യത മുഴുവൻ ഈ ഒരൊറ്റ കാര്യമേ നമുക്ക് ഓർക്കാനായിട്ടുള്ളൂ. തന്റെ കൃപയുടെ മഹത്വം എന്നും പുകഴ്ത്തേണ്ടതിന്. Speak highly about our Savior. Amen. Throughout eternity we have only one thing to say: His unmerited grace towards me. ഒന്നും പുകഴാനായിട്ടില്ല. We do not have anything to be proud of. മുഴുവൻ സറണ്ടർ ചെയ്യാം. Throughout our life, let us have a life of surrender. Let us have a life of surrendering and let us lie down on that. ഞാനല്ല കർത്താവേ, നീയാണ് എന്നിൽ ജീവിക്കുന്നത്. And always say, it is no longer I, but Thou will be done in my life. Amen. Amen and amen. Amen. കർത്താവിന് സ്തോത്രം ചെയ്യാമോ?